മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ ഒരു 10,000 കേസെങ്കിലും ഉണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെതിരെ. അത്രയും കേസ് വരാൻ കാര്യം മൈക്രോ ഫിനാൻസ് അത്രയും ഉണ്ടല്ലോ, സ്വയം സഹായ സംഘങ്ങൾ ഒരുപാടുണ്ടല്ലോ. അവർക്കെല്ലാം കാശ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കേസുകൾ കോടതി കിടപ്പുണ്ട്. ഇതുമായി ബന്ധപ്പെടുത്തി ഒരു മഹേശൻ മരിക്കുകയുണ്ടായി. അപ്പോൾ മഹേശൻ്റെ മരണത്തെ വീണ്ടും കൃത്യമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് വിജിലൻസിനെയും കോടതി സർക്കാരിനെയും SNDPയുടെ തന്നെ മറ്റൊരു വിഭാഗം ആളുകൾ സമീപിച്ചിരിക്കുകയാണ്. അങ്ങനെ മഹേശൻ്റെ മരണം അന്വേഷിക്കാൻ പോവുകയാണ്. അതിനിടയിലാണ് തിരൂരിൽ നിന്നുള്ള മറ്റൊരു വെളിപ്പെടുത്തൽ വന്നിട്ടുള്ളത്. തിരൂരിൽ SNDPയുടെ മുൻ ഭാരവാഹിയായിട്ടുള്ള ഒരു വ്യക്തി വന്ന് പറയുന്നു, ഞങ്ങളെ കയ്യിലും ഒരുപാട് രേഖകൾ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉണ്ട്, പക്ഷേ അത് സുപ്രധാന രേഖകൾ പുറത്തുവിടും. പാവപ്പെട്ടവർക്ക് 3% പലിശയ്ക്ക് വായ്പ നൽകാനുള്ള മൈക്രോ ഫിനാൻസ് ഫണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ വകമാറ്റി ചെലവഴിച്ചതാണ് ഇതിൽ പ്രധാനം. ഇക്കാര്യത്തിൽ പോലീസിൽ നിർണായക മൊഴി നൽകിയ ആളാണ് തിരൂർ SNDP യൂണിയൻ ഓഫ് ഭാരവാഹി വിജയകുമാർ. റിപ്പോർട്ടറിനോടും അദ്ദേഹം നിർണായക വെളിപ്പെടുത്തൽ നടത്തി. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് എന്ന നിലയിൽ വിജയകുമാറിൻ്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് ഫണ്ടുകൾ സ്വന്തം പേരിൽ വാങ്ങുന്നത് ഭാവിയിൽ കുരുക്കാമെന്ന് തിരിച്ചറിഞ്ഞ് SNDP ഭാരവാഹിത്വം തന്നെ താൻ രാജിവെച്ചെന്നാണ് വിജയകുമാർ പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ പീഡനം കാരണം ജീവനൊടുക്കിയ KK മഹേശൻ്റെ അനുഭവം തനിക്കും ഉണ്ടായേക്കുമെന്നും വിജയകുമാർ പറഞ്ഞു. അങ്ങനെ KK മഹേശൻ്റെ അന്തരിച്ചത് വെള്ളാപ്പള്ളിയുടെയും തുഷാർ വെള്ളാപ്പള്ളിയുടെയും സമ്മർദ്ദം മൂലമാണ് എന്നുള്ള ഒരു ഇപ്പോൾ സംസ്ഥാനത്ത് കിടപ്പുണ്ട്. മേക്കർമൻ വായ്പ വെള്ളാപ്പള്ളി വേണ്ടപ്പെട്ടവർക്ക് നൽകാൻ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്ന് വിജിലൻസ് മുമ്പും കണ്ടെത്തിയിട്ടുണ്ടെന്നും വിജയകുമാർ ആരോപിക്കുന്നു. തൻ്റെ ഒപ്പില്ലാതെയുള്ള വ്യാജരേഖകളാണ് വായ്പ അനുവദിച്ചുള്ള പല ഫയലുകൾ ഉള്ളതെന്നും വിജിലൻസിന് മൊഴി നൽകിയ ശേഷം വിജയകുമാർ ചാനലുകളോട് പറഞ്ഞു. മുമ്പൊന്നുമില്ലാത്ത പ്രതിസന്ധിയാണ് SNDP ജനറൽ സെക്രട്ടറിയെ കാത്തിരിക്കുന്നത്. 100-ലേറെ മൈക്രോ ഫിനാൻസ് കേസുകളിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവയിൽ 4-ലെങ്കിലും 10 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. എല്ലാ തലത്തിലും വെള്ളാപ്പള്ളി നടേശൻ പ്രതിസ്ഥാനത്ത് വരും. ഇതിൻ്റെ ഭാഗമായാണ് വിജയകുമാർ അടക്കം 10ഓളം സുപ്രധാന സാക്ഷിമൊഴികൾ അവസാന ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. 6 വർഷം മുമ്പ് 2020 ജൂൺ 24-നാണ് SNDP കണിച്ചകുളങ്ങര യൂണിയൻ ഓഫീസിൽ മഹേശൻ ജീവനൊടുക്കിയത്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ കുറഞ്ഞ പലിശയ്ക്ക് നൽകുന്ന വായ്പകൾ എടുത്ത ശേഷം SNDP യൂണിയനുകൾ അത് അംഗങ്ങൾക്ക് കൂടിയ നിരക്കിൽ നൽകിയതാണ് മൈക്രോ ഫിനാൻസ് കേസുകൾക്ക് ആധാരമായിട്ടുള്ളത്. വായ്പ നൽകാതെ നിർധന സ്ത്രീകളുടെ പേരിൽ വ്യാജരേഖകൾ കാണിച്ച് വൻ തുകകൾ വെട്ടിയതായും കേസുകൾ നിലനിൽക്കുന്നു. ഇതിൻ്റെ നിജസ്ഥിതി എന്താ നമുക്കറിയില്ല, പക്ഷേ കേസുകളുണ്ട്. മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ സംസ്ഥാന കോർഡിനേറ്ററായിരുന്ന മഹേശൻ അക്കാരണം കൊണ്ട് തന്നെ പ്രതിയായി. എന്നാൽ പ്രതിപട്ടികയിൽ ആദ്യ സ്ഥാനത്തെത്തിയ വെള്ളാപ്പള്ളി സംഘവും ഒത്തുകളിച്ച് എന്ന് തന്നെ കുരുക്കാൻ മാത്രം ശ്രമിച്ചുവെന്ന് ആശങ്കപ്പെട്ടാണ് മഹേശൻ ജീവനൊടുക്കിയത്. 6 വർഷം എത്തുമ്പോൾ അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് മുതിർന്ന കോൺഗ്രസ് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് കത്ത് നൽകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൽ പുതിയ അന്വേഷണത്തിനായി പുതിയ സംഘത്തെ നിയോഗിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് VM സുധീരൻ കത്ത് നൽകിയിരുന്നു. എന്നാൽ അത് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം സുധീരൻ വീണ്ടും നൽകിയ കത്തിലാണ് കേസിനാവശ്യമായ ജീവൻ വച്ചിരിക്കുന്നത്. എന്തായാലും മഹേശൻ്റെ മരണം VM സുധീരൻ കത്ത് കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായി പരിശോധിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിക്ക് ഇനി നല്ല നാളുകളല്ല വരാനിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിലും VD സതീശനുമായിട്ടൊക്കെ നല്ല ടേംസിൽ തെറ്റാണ്. രമേശ് ചെന്നിത്തലയെ വെച്ചൊരു പരിപാടി നടത്താൻ നോക്കിയിട്ട് രമേശ് ചെന്നിത്തലയും ലിജുവും പോയില്ല. കണിച്ചവും അവിടെ മറ്റേ ആലപ്പുഴയിൽ ഒരു പരിപാടി വെച്ചിട്ട് SNDP പ്രോഗ്രാം വെച്ചിട്ട് അവർ പോയില്ല. എല്ലാ അർത്ഥത്തിലും SNDPയും വെള്ളാപ്പള്ളിയുമായി തെറ്റി നിൽക്കുകയാണ് സർക്കാർ. അപ്പോഴാണ് കൂനിന്മേൽ കുരുപോലെ ഈ കേസുകൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. ഇപ്പോൾ തിരൂറിലെ SNDPയുടെ മുൻ സെക്രട്ടറിയുടെ പ്രസിഡന്റിൻ്റെ വിജയകുമാറിൻ്റെ പ്രസ്താവന വരുന്നു. അതുപോലെ തന്നെ മഹേശൻ്റെ മരണം അന്വേഷിക്കണമെന്ന് VM സുധീരൻ കത്ത് കൊടുത്തിരിക്കുന്നു. 100 കേസുകളിൽ 4 കേസുകളിൽ കുറ്റപത്രം ഈ മാസം തന്നെ 10 ദിവസത്തിനകം തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിക്കും. വലിയ കുരുക്കിലേക്കാണ് വെള്ളാപ്പള്ളി ചെന്നുപെടുന്നത്. ഈ വെറ്ററനാണ് അദ്ദേഹം, വളരെ സീനിയർ നേതാവാണ്, വളരെ വലിയ സമുദായ നേതാവാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് ബാക്കി വരിക എന്നൊക്കെ നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് നോക്കാം.